ചില ആളുകൾ ഒരു മൂർച്ചയുള്ള പാറക്കല്ലിൽ വന്ന് കുറെ ആളുകൾ നിരനിരയായി നിന്ന് തലങ്ങനെ കുത്തിപ്പൊട്ടിക്കുന്നുണ്ട്. കുത്തി 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 ആ തല ചിന്നിച്ചിതറി കുറച്ചു നേരം അവർ തളർന്ന് വീഴുന്നു. പിന്നെ ആ തല ഇങ്ങനെ പൂർവ്വരൂപത്തിലേക്ക് വരുന്നു. വീണ്ടും അവര് മൂർച്ചയുള്ള കല്ലുകളിൽ ചെന്ന് തല കൊണ്ട് അവരെന്നെ ഇടിക്കുകയാണ്. അവര് തന്നെ തല്ലി പൊളിക്കുകയാണ് തല. ഹബീബായ നബി തങ്ങൾ ആ ഭീകരമായ രൂപം കണ്ടു. ജിബ്രീലേ, ഇതെന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബിന്റെ മറുപടി കൊടുത്തു, നബിയേ, കാനൂ യതസാഖലൂന സ്വലാഹ്, നിസ്കാരം തലക്ക് 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റേ അല്ലാഹു ചോദിക്കണുള്ളൂ, അല്ലെങ്കിൽ 15 മിനിറ്റ്. ഇത്രേ ചോദിച്ചു. 24 മണിക്കൂർ വെന്റിലേറ്ററിൽ കൊടുക്കണ പൈസ അല്ല, ഫ്രീ ആയിട്ടാ ശ്വാസം, വെള്ളം, വായു, ജീവിതം ഒക്കെ അല്ലാഹു തന്നിരിക്കുക. 5-10 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി ഈ 24 മണിക്കൂർ എന്നൊരു 10-15 മിനിറ്റ് അള്ളാഹ്ക്ക് കൊടുക്കാൻ ഭാരമായിരുന്നു. അപ്പൊ ഇങ്ങനെ ക്ലോക്കൊക്കെ നോക്കി നിൽക്കുക പെണ്ണുങ്ങളെ, എപ്പോഴാ അസ്റാൻ കൊടുക്കണത് ലോറിസ്കരിക്കാനേ. അപ്പൊ അസ്റാൻ കൊടുക്കാൻ നേരത്തെ ആ വക്കിൽ ബോർഡറിൽ ചെന്നിട്ട് അണ്ട് ഒതുണ്ടാക്കിയിരിക്കുക, മുസലിന് അസറും കഴിഞ്ഞാൽ എണീക്കാലോ. ചിലത് പിന്നെ മാരിപ്പായിട്ട് രാത്രിയെ പിന്നെ എല്ലാം കൂടെ കള്ളാ കൂട്ടല്. സുബ്ഹാനല്ലാഹ്. സുബ്ഹി കിട്ടാത്തവര്, സുബ്ഹി ജന്മത്തിൽ കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. യാ അല്ലാഹ്, എന്തൊരു ഷുമാൻ! അള്ളാഹു ആ മനുഷ്യന്റെ പ്രൊട്ടക്ഷൻ അങ്ങ് എടുത്തു കളയുന്നതാണ്. നോ പ്രൊട്ടക്ഷൻ. ഒരു നാട്ടിൽ ലോ ആൻഡ് ഓർഡർ ഇല്ലെങ്കിൽ, നിയമങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിയമപാലകന്മാരില്ല, കൊള്ളയായിരിക്കും. അള്ളാഹു നിങ്ങളുടെ നിയമം, നിങ്ങളുടെ സംരക്ഷണം അള്ളാഹു കൊണ്ട് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിശാചുക്കൾ നിങ്ങളെ തട്ടിക്കൊണ്ടുപോകും. പിന്നെ മൊബൈൽ തുറന്നു നോക്കിയാൽ വേണ്ടാത്തതേ കാണൂ. അങ്ങനെ കിട്ടൂ. എന്തേ? നിങ്ങൾ അള്ളാഹുവിന് രാവിലെ നേരം റബ്ബ് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല. അത്